ഖുർആൻ മാത്രം മതി, ഹദീസ് വേണ്ട എന്ന് പറഞ്ഞ് രംഗത്ത് വന്ന ആൾക്കാരുണ്ട്. സഹാബാക്കളുടെ മനഹജിനെതിരാണ് അവരുടെ മനഹജ്. ബുദ്ധിക്ക് യോജിക്കാത്തത് സ്വീകരിക്കാത്തവരുണ്ട്, തള്ളുന്നവരുണ്ട്. ബുദ്ധിക്ക് യോജിക്കാത്തത് തള്ളണം എന്ന് പറയുന്നവർ, അവരുടെ ബുദ്ധിക്ക് ആയത്തെല്ലാം യോജിക്കും, ഹദീസാണ് യോജിക്കാത്തത്. ബുദ്ധിക്ക് യോജിക്കാത്തത് തള്ളണം എന്നതാണ് തിയറി. പക്ഷേ അവർ പ്രാക്ടിക്കലി അത് ഹദീസിൽ മാത്രമേ അവർ ചെയ്യുന്നുള്ളൂ. ബുദ്ധിക്ക് യോജിക്കാത്തത് ദീനാകാൻ പാടില്ല എന്താണ് തിയറി എങ്കിൽ ആയത്തിലും ബുദ്ധിക്കില്ലാത്തത് തള്ളണ്ടേ? തിയറി എന്താണ്? ബുദ്ധിക്ക് യോജിക്കാത്തത്. അത് ഹദീസിൽ മാത്രം പ്രാക്ടിക്കലാക്കുന്നത് എന്തിനാ? സഹാബാക്കൾ മനഹജിനെതിരാണത്. ഹദീസിൽ വന്നു സംസം വെള്ളത്തിന് ശ്രേഷ്ഠതയുണ്ട്. സംസം വെള്ളത്തിന് ശ്രേഷ്ഠതയുണ്ട്. മാവു സംസമിനെ കുറിച്ചിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, തഅമു തുഅമിൻ, ഭക്ഷണത്തിന് ഭക്ഷണമാണ്, വശിഫാഉ സുഖ്മിൻ, രോഗത്തിന് ശമനമാണ്. ഇമാം മുസ്ലിം ഉദ്ധരിച്ച ഹദീസാണ്, സഹിഹ ഹദീസാണ്. അതുപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മാഉ സംസം ലിമാ ശുരിബ ലഹു, സംസം വെള്ളം എന്തിനു വേണ്ടിയാണോ കുടിക്കുന്നത് അതിനുള്ളതാണ്. ഈ രണ്ടാമത് പറഞ്ഞ ഈ ഹദീസിനെ സംബന്ധിച്ച് പണ്ഡിതന്മാർക്കിൽ ചർച്ചയുണ്ട്. ഷെയ്ഖ് അൽബാനി ഹദീസ് സ്വീകാര്യമാണ് എന്ന് പറഞ്ഞ പണ്ഡിതനാണ്. മുത്തഖദ്ദിമീങ്ങളായ പല പണ്ഡിതന്മാരും ഈ ഹദീസ് സ്വീകാര്യമാണെന്ന് പറഞ്ഞിട്ടുണ്ട് എന്നും അദ്ദേഹം രേഖപ്പെടുത്തുന്നുണ്ട്. എന്ന് മാത്രമല്ല, ഈ ഹദീസ് അനുസരിച്ചിട്ട് സലഫുകളുടെ അമലുമുണ്ട്. കുറച്ച് ആൾക്കാർ വന്നിട്ട് പറയാണ്, സംസം വെള്ളത്തിന് അത് മുബാറക്കായ വെള്ളമാണ്, നമ്മൾ സമ്മതിക്കുന്നു, പക്ഷെ അത് രോഗത്തിന് ശമനമാണെന്ന് നമ്മൾ സമ്മതിക്കൂല. എന്ത് സമ്മതിക്കാത്തത്? ഒരു ബുദ്ധിക്ക് യോജിക്കുന്നില്ല. ഒരു പച്ചവെള്ളം എങ്ങനെ രോഗത്തിന് ശമനാകുക? ഒരാള് എന്നോട് പറഞ്ഞത്, ഞാൻ അദ്ദേഹത്തോട് സംസാരിച്ചപ്പോൾ, സംസം വെള്ളം രോഗത്തിന് ശമനമായിരുന്നുവെങ്കിൽ മെഡിക്കൽ കോളേജിൽ മരുന്നായിട്ട് നിശ്ചയിക്കണ്ടേ? ഡോക്ടർമാരൊന്നും മരുന്നായിട്ട് നിശ്ചയിക്കുന്നില്ലല്ലോ. അപ്പൊ ഇങ്ങനെ സംസം വെള്ളത്തിന് ശമനം ഉണ്ടെന്ന് പറയാ പൊട്ടത്തരാണ്. ഞാൻ ചോദിച്ചു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കാര്യത്തിന് ശമനമുണ്ട് എന്ന് പറഞ്ഞാൽ ശാസ്ത്രം കൊണ്ട് തെളിയിക്കപ്പെട്ടാല്, ഇനി ഡോക്ടർമാര് അതിനെ അംഗീകരിച്ചാൽ മാത്രമേ നിങ്ങൾ സ്വീകരിക്കുള്ളൂ. പിന്നെ റസൂലുള്ളാഹിക്ക് എന്താ പ്രസക്തി? അഷ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ് എന്ന നിന്റെ ഷഹാദത്തിന് എന്ത് പ്രസക്തിയുള്ളത്? നമ്മൾ ഇപ്പോൾ പറയുന്നവരാണോ എന്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് സയൻസ് റസൂലുള്ളാഹ്, സയൻസ് ആണല്ലോ റസൂല്, മുഹമ്മദ് അല്ല സല്ലല്ലാഹു അലൈഹി വസല്ലം. മുഹമ്മദ് നബി പറഞ്ഞൊരു കാര്യം അത് ഈ കാലഘട്ടത്തിൽ ജീവിക്കുന്ന ഡോക്ടർമാർ പറഞ്ഞിട്ട് വേണോ നിങ്ങൾക്ക് അംഗീകരിക്കാൻ? ഒരു അഹ്ലുസുന്നത്ത് അഖീദ പഠിച്ചിട്ടില്ല. ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹ്മത്തുള്ളാഹിയുടെ ഒരു കിതാബുണ്ട്, ഉസൂലുസ് സുന്ന. അതിൽ അദ്ദേഹം ഈ വിഷയത്തിൽ നമ്മൾ അഖീദ പറഞ്ഞിരുന്നുണ്ട്. നമുക്ക് തിരിഞ്ഞാലും ശരി തിരിഞ്ഞിട്ടില്ലെങ്കിലും ശരി, മനസ്സിലായാലും ശരി മനസ്സിലായിട്ടില്ലെങ്കിലും ശരി, നമ്മുടെ അഖീദ എന്താണ്? സമീഅനാ വ അതഅനാ ആമന്നാ വ സദ്ദഖ്നാ, കേട്ടിരിക്കുന്നു, അനുസരിച്ചിരിക്കുന്നു, വിശ്വസിച്ചിരിക്കുന്നു, സത്യപ്പെടുത്തിയിരിക്കുന്നു. എനിക്ക് തിരിഞ്ഞിട്ടില്ല, അത്ര തന്നെ. ഡോക്ടർമാർ അവനോട് പറയണം. ഞാൻ ചോദിച്ചു, ശരി, ഡോക്ടർമാർ പറയാത്തത് കൊണ്ട് ഇനി സംസം വെള്ളത്തെ തള്ളുന്നു. ഖുർആനുണ്ടല്ലോ തേനിനെ കുറിച്ചിട്ട്, ഫീ ഷിഫാഉ ലിന്നാസ്, അത് രോഗത്തിന് ശമനമാണ് എന്ന്. ഞാനൊരു ഡോക്ടറും പനിക്ക് ഒരു തുള്ളി 3 നേരം കൊടുക്കുന്നത് കണ്ടില്ല. മെഡിക്കൽ കോളേജിൽ പനിക്ക് ഗുളികയായിട്ട് തേൻ കൊടുക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. ഈ ആയത്തിൽ എനിക്ക് തള്ളാൻ പറ്റുമോ? നീ ഡോക്ടർമാർ കൊടുക്കാത്തത് കൊണ്ടും നിന്റെ ബുദ്ധിക്ക് യോജിക്കാത്തത് കൊണ്ടുമാണ് സംസം വെള്ളത്തിൽ തള്ളുന്നതെങ്കിൽ നീ എന്തുകൊണ്ട് തേനിൽ ശിഫയുണ്ടെന്ന് പറയുന്നു? ഖുർആൻ പറഞ്ഞത് കൊണ്ടാണോ? എങ്കിൽ ഇത് ഹദീസ് പറഞ്ഞത്, നബി പറഞ്ഞത് കൊണ്ടാണ് അംഗീകരിച്ചു പറ്റും. നിന്റെ ഈമാനാ. ഡോക്ടർമാർ മെഡിക്കൽ കോളേജിൽ മരുന്നാക്കാത്തത് കൊണ്ടാണ് എങ്കിൽ തേനും തള്ളണം. അപ്പൊ ഖുർആനിലുള്ള ഫീ ശിഫാഉ ലിന്നാസ് എന്ന തേനിൽ ശിഫയുണ്ട്, റസൂലുള്ളാഹി പറഞ്ഞ സംസം വെള്ളത്തിൽ ശിഫയില്ല. നീ ലാല്ല, നീ പേച്ചവനാ, സഹാബാക്കളുടെ മനഹജിനെതിരാണ്. എന്തുകൊണ്ട് ഹദീസ് സ്വീകരിക്കാൻ പറ്റുന്നില്ല? ആയത്തിനെ സ്വീകരിക്കുകയും ചെയ്യുന്നു. ഇതാണ് പ്രശ്നം. ഹദീസിനെ തള്ളുന്നെങ്കിൽ അതേ മാനദണ്ഡം വെച്ചുകൊണ്ട് ആയത്തിനെയും തള്ളണം. ആയത്തിനെ സ്വീകരിക്കുന്നെങ്കിൽ അതേ മാനദണ്ഡം വെച്ച് ഹദീസിനെയും സ്വീകരിക്കണം. ഇരട്ടത്താൻ പറ്റൂല. നിഷേധി വഷളാകുന്നല്ലാതെ വേറൊന്നുമില്ല.